കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചെടിയൊക്കെയല്ല ഈ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മയുള്ളൊരു പരിഹാര മാർഗ്ഗങ്ങളെ പറ്റിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നൈട്രജൻ പല രീതിയിൽ നമുക്ക് മണ്ണിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പോരാത്തതിന് പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരുപാട് നൈട്രജൻ ഉള്ള സംവിധാനങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇല വീണ് ചീഞ്ഞും അല്ലാതെ ഇപ്പോൾ ഇടിവെട്ടി ഉണ്ടാകുന്ന സാധനങ്ങളും അല്ലാതെ ഒരുപാട് നൈട്രജൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ മണ്ണിലും നൈട്രജൻ ഉണ്ടെങ്കിലും ചില സ്ഥലത്ത് നൈട്രജൻ നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. നൈട്രജൻ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തെങ്കിലാണ് നമുക്ക് അതിനനുസരിച്ച് ഫലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചെടിക്ക് നൈട്രജൻ ഇല്ലാതെ ഒട്ടും തന്നെ ചെടി വളരുകയില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫാക്ടംബോസ് ഇട്ട് കൊടുക്കാം. ഫാക്ടംബോസ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു രാസവളമാണ്. തന്നെയല്ല അത് 20, 20, 0, 15 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 20% നൈട്രജനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ 19 കൊടുക്കുകയായാലും അതിൻ്റെ അകത്ത് നൈട്രജൻ കൂടുതൽ വരും. അപ്പം ഞാൻ നൈട്രജൻ കഴിവതും ചൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ജൈവവളമായിട്ടാണ് കൊടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ജൈവവളം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയില്ല, അതേപോലെ ചെടിയുടെ ആരോഗ്യത്തിന് കുറവ് വരികയില്ല. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ എന്തും ഇപ്പോൾ അമൃതം പെട്ടെന്ന് പറഞ്ഞ പോലെ അധികമായിട്ട് നൈട്രജൻ കൊടുക്കാതിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആടിൻ്റെ ചാണകപ്പൊടി ഇവിടെ ഏകദേശം ഒരു 100 ചാക്കോളം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 100 ചാക്ക് നമ്മൾ ഈ എൻ്റെ പറമ്പിലാണ് മൊത്തം 100 ജാതിയേ ഉള്ളൂ. ഈ 100 ജാതിക്കിടണമെങ്കിൽ നമുക്ക് 100 ചാക്ക് വേണം. സാധാരണ രീതി നോക്കുമ്പോൾ നമുക്ക് അതിന് വരും 10 ചാക്ക് മതി. അതിന് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നമ്മളിടത്ത് തണലത്ത് അങ്ങോട്ട് മൊത്തം ഇത് അഴിച്ച് വിടുത്തി അങ്ങോട്ട് ഇന്ന് സ്വതന്ത്രമായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ആദ്യം ഇത് പൊടിയാനുള്ളൊരു എന്തെങ്കിലും ചേർക്കണം. സംഭവം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെയും നൈട്രജൻ വളങ്ങൾ ഇങ്ങനെ മൊത്തം അഴിച്ചു കൂട്ടിയിട്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുമ്മായി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുമ്മായി ഇട്ട് കൊടുത്താലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിലുള്ള നമുക്ക് ഗുണമുള്ളതും ഗുണമില്ലാത്തതുമായ എല്ലാ സൂക്ഷ്മജീവികളും ചത്തുപോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറെ ഞാനിപ്പം നാപ്സായിറ്റി എന്ന് പറഞ്ഞ ആംവേറെ ഒരു സ്പ്രെഡറുണ്ട്. അതാണിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്പ്രെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നൈട്രജൻ വളമോ അല്ലെങ്കിൽ പോളിയാറ് കൊടുക്കുമോ വെള്ളത്തിൽ കലർത്തിയിട്ട് നിലത്തൊഴിച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോൾ സാധാരണ വളമെല്ലാം നേരെ അന്തരീക്ഷത്തിൽ തന്നെ ലയിച്ചു പോയിരുന്നു. സ്പ്രെഡർ കൊടുക്കുകയാണെങ്കിൽ അത് നേരെ ഇലോട്ടൊരു മിസ്റ്റ് പോലെ പറ്റി പിടിച്ചിരുന്നാൽ പോലും അത് ആ ഇല മൊത്തം വ്യാപിച്ച് അതിലോട്ടോ. അതേപോലെ നിലത്തൊഴിക്കുകയാണെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അതിൻ്റെ അംശം നഷ്ടപ്പെടാതെ ചെടിയെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വസ്തുവാണ് സ്പ്രെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല സ്പ്രെഡർ എന്ന് പറയുന്നത് ആംവേരയും അതേപോലെ മൂടി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആംവേരാണ്. മൂടിയുടെ സ്പ്രെഡർ കിട്ടാൻ ഇച്ചിരി പ്രയാസം. അപ്പോൾ നമ്മൾ ഈ സ്പ്രെഡർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഇത് ഈ വളമെല്ലാം ഒരു തണലത്തോട്ട് കൂട്ടുന്നു. തണലത്തോട്ട് കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്പ്രെഡർ എടുത്തിട്ട് ഒരു 20 ml ഇല്ലെങ്കിൽ ഒരു 30 ml എടുത്തിട്ട് ഒരു 30 ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെറുതെ തളിച്ചു കൊടുത്താൽ മതി. കൈ കാണിച്ചാൽ അതായത് നമ്മൾ സ്പ്രെഡർ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ജലാംശം വേണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ചാണകപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി വരണ്ട് അതിൻ്റെ സകല എഫക്റ്റും പോയി അതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളം ചേർത്ത് ഈ പറഞ്ഞ പോലെ സ്പ്രെഡർ ഉപയോഗിക്കുന്നത്. സ്പ്രെഡർ ഉപയോഗിച്ചിട്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് ധാരാളം മിത്ര ബാക്ടീരിയകളെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം മിത്ര ബാക്ടീരിയകൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഡോമോണസ്, വാമ, ട്രൈക്കോഡർമ അതേപോലെയുള്ള മിത്ര ബാക്ടീരിയകളെ കയറ്റി വിടുന്നു. പിന്നെ പോരാത്തതിന് നമ്മൾ ഇതിൻ്റെ NPK ബാക്ടീരിയകൾ ലിക്വിഡ് ഫോമിലുള്ളതാണെങ്കിൽ അതല്ല പൊടി ഫോമിലല്ല പൗഡർ ഫോമിലുള്ളതാണെങ്കിൽ അത് ഇത്രയും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു 1.5 മാസം ഇതിൻ്റെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 100 കൊട്ട ഇടുന്ന സ്ഥലത്ത് നമുക്ക് 2 കൊട്ട ഇട്ടാൽ മതി. അത്ര എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് വളരെയധികം ഇതിൻ്റെ ചിലവ് കുറയ്ക്കാനും പറ്റും. അപ്പം ഇങ്ങനെ ചിലവ് കുറഞ്ഞ മാർഗ്ഗത്തിലൂടെ നമുക്ക് കൃഷി ചെയ്യുമ്പോഴത്തേന് ഇപ്പോൾ ഇത് തന്നെ ഏകദേശം ഒരു 100 ചാക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമുക്ക് 3-4 വർഷത്തേക്ക് പിന്നെ മേടിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ചാണകപ്പൊടി ഇതിലിട്ട് കൊടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഭയങ്കരമായിട്ട് ഉണങ്ങിയതാണ്. ഈ ഉണങ്ങിയതിന് യഥാർത്ഥത്തിൽ വളത്തിൻ്റെ ഗുണമില്ല. അപ്പോൾ ഇവനെ നമുക്ക് നനവുള്ളതാക്കി വളമുള്ളതാക്കി മാറ്റുന്നതിന് മിത്ര ബാക്ടീരിയകൾ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. മിത്ര ബാക്ടീരിയ എന്ന് പറയുന്നത് സൂഡോമോണസ്, ട്രൈക്കോഡർമ, അതേപോലെ മൊബിലൈസിംഗ് ബാക്ടീരിയകൾ, NPK ബാക്ടീരിയ ഇതെല്ലാം കൂടെ നമുക്ക് മേടിക്കാൻ കിട്ടും. എല്ലാം കൂടെ മേടിക്കുമ്പോൾ ഒരു 600-700 രൂപ അടുത്ത് മുടക്ക് വരും. അത് മേടിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് കൗണ്ട് കൂടിയ ബാക്ടീരിയ ഉപയോഗിക്കാൻ പ്രത്യേകം നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവധി കഴിയാത്ത കടയിൽ നിന്ന് കിട്ടുന്ന വൈദ്യ ബാക്ടീരിയയും അതിൻ്റെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ സാധനങ്ങൾ മേടിച്ച് അപ്ലൈ ചെയ്യാൻ നോക്കണം. അങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ട് നനവ് കൊടുത്ത് ഇവനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ബാക്ടീരിയ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബാക്ടീരിയകൾ ചേർന്ന് കഴിയുമ്പോൾ ഇത് നല്ല ഗുണമുള്ളൊരു വളമായിട്ട് ചെയ്യും. ഇനി ബാക്ടീരിയ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ 1/4 കുപ്പിയിലെ ബാക്ടീരിയ വെച്ചാണ് നിലവിൽ കിട്ടുന്നത്. അതായത് 1/4 ലിറ്റർ വെച്ച് അതെല്ലാം കൂടെ നമുക്ക് ഒരു 2 തവണ ഉപയോഗിച്ചാൽ മതി. 2 തവണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1500 രൂപ അടുത്ത് മുടക്ക് വരും. അതിൽ ഈ NPK ബാക്ടീരിയയ്ക്ക് മാത്രം വിളിച്ചിട്ട് വില കൂടുതലില്ലെങ്കിൽ നമുക്ക് 600 രൂപയ്ക്ക് എൻ്റെ പരിപാടി ചെയ്യും. അപ്പോൾ ഈ ബാക്ടീരിയ മേടിച്ച് വെള്ളത്തിൽ കലക്കുന്നു. എന്നിട്ട് ഇതിന് മുകളിലോട്ട് വെറുതെ ഒഴിച്ചു കൊടുത്തിട്ട് പടുതായോ പ്ലാസ്റ്റിക്കോ അതേപോലെ എന്തെങ്കിലും ഇലയോ ഇട്ടെങ്കിൽ മൂടി കൊടുത്തിട്ട് 2 മാസത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നനച്ച് കൊടുത്താലാണ് ഈ ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളർന്നു പോകും. അങ്ങനെ ഒരു ഇതോടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നേരെ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിലോട്ട് അലിപ്പങ്ങ് ചേർന്നോളൂ. ഓൾറെഡി നമ്മൾ സ്പ്രെഡർ ഇതിൻ്റെ അകത്ത് ചേർത്തുകൊണ്ട് ഇത് പൊടിഞ്ഞായിരിക്കുന്നു. വേണമെങ്കിൽ നമ്മൾ ഈ കുറച്ചുകൂടെ സ്പ്രെഡർ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ ആംവേറെ സ്പ്രെഡർ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് pH ന്യൂട്രലൈസും കൂടെ ചെയ്യും. pH കൂടുകയോ കുറയുകയോ ചെയ്യാതെ അതിനെ ബാലൻസ് ഇപ്പോൾ ഒരു ചെടിക്ക് എന്തോരാണ് വേണ്ടത് അത് ബാലൻസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഫാബെന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട ജാതിയാണ്. അടിമാലിയിലൊരു ആനവർത്തി എന്നൊരു സ്ഥലത്ത് ഒരു ചേട്ടൻ കണ്ടുപിടിച്ച ജാതിയാണ് ഫാബ്. അപ്പം ഇത് പിന്നെ ഇവിടെ വളർച്ച പൊതുവെ കുറവുള്ളൊരു ജാതിയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ ഈ ആടിൻ്റെ ചാണകത്തിൻ്റെ അകത്ത് ഇതുപോലെ ഈ മിത്ര ബാക്ടീരിയ എല്ലാം കയറ്റി വിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇതുകൊണ്ട് പൊടിവേരുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഈ ഉള്ള രാസവളം മുഴുവൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വളരുകയോ ഇല്ല, വളരും. പക്ഷേ അതിൻ്റെ ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഇത് കണ്ടം സ്ഥലമാണ്, പാടം.
അപ്പോൾ പാടസ്ഥലത്ത് കണ്ടമാനം നൈട്രജൻ വളം നമുക്ക് കൊടുക്കാനും പറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ ഇത് റെഡിയായി വരും. ഇപ്പോൾ ഇതിൻ്റെ ഇതുണ്ട്, മുട്ടത്തൊണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തായിട്ടിരിക്കുന്നു. നമുക്കിനിപ്പോൾ ആ കൊണ്ടു വെച്ചേക്കുന്ന ചാക്കിൻ്റെ അടുത്ത വളമെല്ലാം ഇതുപോലെ മുട്ടത്തൊണ്ടും അതേപോലെ പിണ്ണാക്കും എല്ലാം കൂടെ ചേർത്ത് നമുക്കിത് ഒറ്റ വളമാക്കി മാറ്റണം. ഒറ്റ വളമാക്കി മാറ്റിയിട്ട് ഈ സാധനം ഇതുപോലെ ചെടിയേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫലം നമുക്ക് നന്നായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പൊടിവേരുകൾ നമുക്ക് കാണാം, ജാതിയിൽ തന്നെ. അപ്പോൾ ഈ പൊടിവേരുകളാണ് യഥാർത്ഥത്തിൽ വളം വലിച്ചെടുക്കുന്നത്. ഇത് കണ്ടോ, പൊടിവേരുകൾ ഉണ്ടായി വരുന്നുണ്ട്. ചൂട്ടിലെപ്പോഴും ഒരു നനവ് നിൽക്കുകയും ചെയ്യും. ഈ ചൂട്ടിൽ നനവ് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് കൂടുതൽ വിളവുണ്ടാകുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം.